ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം പുതുവർഷം അത്ര ശുഭകരമായ വാർത്തയല്ല കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഭൂരിഭാഗം സർക്കാർ ജീവനക്കാർക്കും ഡിസംബർ മാസത്തെ ശമ്പളം കൃത്യസമയത്ത് ലഭിക്കില്ലെന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണയായി മാസത്തിന്റെ 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കുന്നത് പതിവാണെങ്കിലും സാങ്കേതികവും ഭരണപരവുമായ കാരണങ്ങളാൽ വിതരണം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും പിന്നീട് അത് പിൻവലിച്ചതുമാണ് ഈ വലിയ പ്രതിസന്ധിക്ക് ആധാരമായത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. ഇതിന്റെ 1-ാം ഘട്ടം 2024 ഡിസംബർ 31 അവസാനിക്കേണ്ടതായിരുന്നു. 2-ാം ഘട്ടം ജനുവരി 1 മുതൽ ആരംഭിക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. 2-ാം ഘട്ടത്തിൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പ്രതിമാസ പ്രീമിയം തുക 500 രൂപയിൽ നിന്നും 810 രൂപയായി ഉയർത്താൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഡിസംബർ മാസത്തെ ശമ്പള ബില്ലുകൾ തയ്യാറാക്കിയത് 810 രൂപ പ്രീമിയം തുക പിടിച്ചുകൊണ്ടായിരുന്നു. പുതുവർഷത്തിൽ കൃത്യസമയത്ത് ശമ്പളം വിതരണം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ ഒരാഴ്ച മുമ്പേ തന്നെ മിക്ക വകുപ്പുകളും ബില്ലുകൾ തയ്യാറാക്കി ട്രഷറികളിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഡിസംബർ അവസാന വാരം അപ്രതീക്ഷിതമായി സർക്കാർ ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തി. മെഡിസെപ് 2-ാം ഘട്ടം നടപ്പാക്കുന്നതിലെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 1-ാം ഘട്ടം 2025 ജനുവരി 31 വരെ നീട്ടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇതോടെ ജനുവരിയിലെ ശമ്പളത്തിൽ നിന്നും പഴയ നിരക്കായ 500 രൂപ ഈടാക്കിയാൽ മതിയെന്ന നിർദ്ദേശം ചൊവ്വാഴ്ച വൈകിട്ടോടെ ധനവകുപ്പിൽ നിന്നും പുറത്തുവന്നു.